ഡമ്മി ലാത്തിക്കടി കൊണ്ടിട്ട് നമ്മുടെ മുഖത്ത് നീലച്ചിടുന്നത്. ഞങ്ങളുടെ പെയിനൊക്കെ പോട്ടെ, പക്ഷെ അന്ന് കുഞ്ഞു മക്കൾക്ക് വരെയും തല്ലുകൊണ്ടിരുന്നത്. അവരുടെ പെയിൻ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പെയിനൊന്നും ഒന്നുമല്ലല്ലോ. കാരണം ആ സെറ്റ്, ആ തീപിടുത്തം, പോലീസുകാർ ഓടുന്ന കലർന്ന്, എനിക്ക് തോന്നുന്നു നമുക്ക് അഭിനയിക്കേണ്ടി വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ആ ഇമോഷൻസ് ഓട്ടോമാറ്റിക്കലി കിട്ടുവാണ്. ഇവരത്രയും സഫർ ചെയ്തിട്ടുണ്ടാവും, അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള മൊമെന്റ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരാരും ഒരിക്കലും തല കുനിച്ച് സംസാരിക്കില്ല, തല ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുള്ളൂ, കണ്ണിലൊക്കെ സംസാരിക്കുള്ളൂ. നമ്മൾ ആ വീഡിയോസ് ഞാൻ അയക്കുന്ന മുമ്പ് വീഡിയോസൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഒരു വല്ലാത്തൊരു പെയിനാണ് നമുക്ക് ആ ഒരു സമയത്ത് അവിടെ നിൽക്കുമ്പോൾ ഫീൽ ചെയ്ത്. അവർ നിന്നെ എന്തെങ്കിലും ചെയ്തരോ? ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇവൻ വെള്ളം കുടിക്കുന്ന അല്ലെങ്കിൽ വെള്ളം തരുന്ന ഗ്ലാസ്സിൽ വരെ ഉണ്ടാവും ആ രാഷ്ട്രീയം. അത് ഈ പറഞ്ഞാൽ ഒന്നാമത്തെ ക്ഷമിക്കും, രണ്ടാമത്തെ വന്നു കഴിയുമ്പോൾ ഞാൻ പറയും. ദേഷ്യപ്പെടുക ആരെയും ഹേർട്ട് ചെയ്യില്ല, പക്ഷെ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ മുഖത്തോക്കി തന്നെ പറയാറുണ്ട്. കെട്ടിയ കുടിലുകൾ മുഴുവൻ പൊളിച്ച് സ്ഥലം വിട്ടോളാം. പേടിയില്ല സാറേ, മരിക്കുന്നെങ്കിൽ ഈടെ കിടന്ന് മരിക്കാം. അത് എന്നെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാത്തൊരു വിഷ്വലാണ്. നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് ഒരു ബൊലേറോ അടിച്ച് മാമ വന്നു നമ്മൾ ആ ഒരു ആകാംക്ഷയുടെ പുറത്ത് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാം മറുപടി തരായിരുന്നു. ഈ മയവ് കഴിഞ്ഞ സമയത്ത് 2 ആഴ്ച എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഇതുപോലെ ഒരു രാത്രി എണീറ്റിരുന്നിട്ട് കരയുവാണ്, കണ്ണീന്ന് വെള്ളം. പക്ഷെ എനിക്ക് സങ്കടമില്ല, ഒന്നുമില്ല, പക്ഷെ ഭയങ്കരമാണ് കാരണം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുന്നു, ഞാൻ കരയുന്നുണ്ട്, പക്ഷെ എനിക്ക് കരയണം എന്നൊരു താല്പര്യമില്ല, പക്ഷെ എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്താ പറയുക, നരിവേട്ട അങ്ങനെ ഒരു ഡോറും കൂടി എനിക്ക് ഓപ്പൺ ആക്കി തന്നു. ഇല്ലെങ്കിൽ നമ്മളും ഇതൊന്നും അറിയാതെ എല്ലാവരെ പോലെ സ്ക്രോൾ ചെയ്ത് നടക്കും. നരിവേട്ട എന്ന് പറയുന്ന സിനിമ ഹിറ്റായി തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിന്റെ ഒരു ചരിത്രം കൂടി, ഒരു രാഷ്ട്രീയ ചരിത്രം കൂടി പറയുന്ന ഒരു സിനിമ കൂടിയാണ്. അതാണ് ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നത്. അത്തരമൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റി. ആ സിനിമയിലേക്ക് എത്തിയതിനെ കുറിച്ചും ആ സിനിമ എങ്ങനെയാണ് കരിയറിനെ മാറ്റും എന്ന് വിചാരിക്കുന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാൻ പറ്റും? ഓസ്ലർ എന്ന മൂവിക്ക് ശേഷമാണ് നമ്മളെ മമ്മൂട്ടി കമ്പനിയുടെ സുനിൽ സിംഗ് എന്ന് പറയുന്ന ചേട്ടനാണ് നമ്മളെ അനുരാജിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ അവരിങ്ങനെ ഒരു സ്റ്റോറി പറയും, പോയി കേട്ട് നോക്കുമെന്ന് പറഞ്ഞ് നമ്മൾ എനിക്കൊരു 2023 ഡിസംബറിലാണ് സ്റ്റോറി പറയുന്നത്. അപ്പോൾ അഭിനും അനുരാജും ഉണ്ട് കൂടെ. അപ്പോൾ അഭിനാണ് എനിക്ക് സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പോൾ അന്ന് എന്നോട് അനുരാജ് പറഞ്ഞത്, ഇത് കേരളത്തിലെ ആരെയൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും കണ്ടുവന്ന് പല ഭൂസമരങ്ങളും ഓർമ്മപ്പെടുത്തുന്ന ഒരു സ്റ്റോറി കൂടിയായിരിക്കും. അപ്പം ഇതിൽ വരുന്ന എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അതിശക്തമായി ഇത്രയധികം 12,000-ഓളം ആൾക്കാരെ ഒരുമിച്ച് നിർത്തി ആ ഒരു സിസ്റ്റത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരു ലേഡി ലീഡറാണ്. അപ്പോൾ ആ ക്യാരക്ടറിന് അന്ന് എനിക്ക് റെഫറൻസ് തന്നത് ഇത് നമുക്ക് CK മാമിനെ കൂടുതലായിട്ട് റെഫർ ചെയ്യാം. പിന്നീട് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും താഴെ നോക്കിയോ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല അവർ സംസാരിക്കുക. അപ്പോൾ അവർ തന്നൊരു ഇൻസ്ട്രക്ഷനാണ് കണ്ണിൽ നോക്കി സംസാരിക്കുക, തല ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അതെനിക്ക് ത്രൂ ഔട്ട് ആ ക്യാരക്ടറിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്ത ഒരു സിമ്പിൾ ഫാക്ടറാണ്. കാരണം നമ്മൾ കണ്ടിട്ടുള്ള നേതാക്കളെല്ലാവരും അങ്ങനെ, കാരണം ഇവർ അത്രയും സഫർ ചെയ്തിട്ടുണ്ടാവും, അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള മൊമെന്റ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരാരും ഒരിക്കലും തല കുനിച്ച് സംസാരിക്കില്ല, തല ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുള്ളൂ, കണ്ണിലൊക്കെ സംസാരിക്കുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഭാഷ കൈകാര്യം ചെയ്യാൻ നമുക്ക് ആദ്യം റാവുള ഭാഷയാണ് പ്ലാൻ ചെയ്തിരുന്നത്. പിന്നീട് സാധാരണക്കാർക്ക് കുറച്ചും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പണിയർ ഭാഷ അതിന് നമുക്ക് ട്രെയിനേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ എല്ലാം ഹെൽപ്പോടുകൂടിയാണ് ആ ക്യാരക്ടറിലോട്ട് എത്തുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ 2003 ഇപ്പോൾ ഈ ഭൂസംരംഭം നടക്കുന്ന ആ ടൈമിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത്, നമുക്ക് അധികം ചരിത്രത്തെ പറ്റി അറിയില്ല. അപ്പോൾ ഉണ്ടായിരുന്ന സോഴ്സ് എന്ന് പറയുന്നത് ന്യൂസ്, വീഡിയോസ്, അതെല്ലാം കളക്ട് ചെയ്തു. പിന്നെ മാമിൻ്റെ അന്നത്തെ ആ ഒരു സമരം നടത്തിയിരുന്ന ടൈമിൽ കുറച്ച് വീഡിയോസ് അതിങ്ങനെ കണ്ടിന്യൂസ് ഹെഡ്ഫോൺ വെച്ച് കേട്ടോണ്ടിരിക്കുമായിരുന്നു. അതൊക്കെയാണ് കൂടുതലും ആ ക്യാരക്ടറിനെ
ബിൽഡ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങൾ. ഇപ്പോൾ ഈ പറയുന്ന കഥാപാത്രം CK ശാന്തി എന്ന് പറയുന്ന കഥാപാത്രം റിയൽ ലൈഫിൽ അങ്ങനെ ഒരാളുണ്ടല്ലോ യഥാർത്ഥത്തിൽ. CK ജാനു എന്ന് പറയുന്ന ഒരാളുണ്ട്. ഒരു 20 ഒരു തലമുറ 2000 മുമ്പുള്ള ഒരു തലമുറയ്ക്ക് കണ്ടുപരിചയമുള്ള ഒരു മുഖം കൂടിയാണ് ജാനു. അപ്പൊ അതൊരു കുറച്ചും കൂടി ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ചലഞ്ചാണല്ലോ. അതെ, നമ്മള് റെഫറൻസ് തരുമ്പോൾ തന്നെ ആ ക്യാരക്ടറിനോട് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരു ലെജൻഡ് കൂടിയാണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ ആ ആളെ എത്രത്തോളം എൻ്റെ ഫുൾ എഫോർട്ട് കൊടുത്ത് ഇതൊരു 100% എത്തിക്കാൻ കഴിയുമെങ്കിൽ അത്രയും എഫോർട്ട് കൂടി അത്രയും സത്യസന്ധമായിട്ട് അത് കൊണ്ടുവരണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അതുപോലെ തന്നെ ഡയറക്ഷൻ ടീമിന്റെ ഹെൽപ്പോട് കൂടിയും പിന്നെ പുറത്തുനിന്നുള്ള സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടിയും അതിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം കുറച്ച് പഠനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ മാമിൻ്റെ ബുക്കിലുള്ള പണ്ടത്തെ ഇതാണെങ്കിലും നമ്മളൊരു ക്യാരക്ടർ ബിൽഡ് ചെയ്യുമ്പോൾ ആ ഒരു സ്ക്രിപ്റ്റിലുള്ളതിനുപരി ഇപ്പം റിയൽ ലൈഫ് ക്യാരക്ടർ ആകുമ്പോൾ പണ്ട് എങ്ങനെ ഈ ഇതിൽ എത്തിച്ചേർന്നു എന്നുള്ള സമരത്തിലോട്ട് വന്നു എന്നുള്ളതും കൂടി അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പഠനങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തി. ഈ പഠനം നടത്തുന്നതിന് ഭാഗമായിട്ട് ആളെ നേരിട്ട് കാണുകയല്ലോ ചെയ്തിട്ടുണ്ടോ? ആദ്യം നമ്മൾ മൂവി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പോയി കാണണം എന്നുണ്ടായിരുന്നു, പക്ഷെ അന്ന് സാധിച്ചില്ല. എനിക്ക് തോന്നുന്നു ഒരു തവണ നമ്മൾ സെറ്റിലോട്ട് ഇൻവൈറ്റ് ചെയ്തു, പക്ഷെ അർജന്റായിട്ട് എന്തോ അവിടുത്തെ ആൾക്കാരുടെ കേസായിട്ട് പെട്ടെന്ന് തിരിച്ചു പോവേണ്ടി വന്നു അവർക്ക്. അതിനുശേഷം എൻ്റെ ചേച്ചിയും പിന്നെ രാമേട്ടൻ, ഇപ്പോൾ CK മാമിൻ്റെ സുഹൃത്താണ്, രാമേട്ടനും കൂടിയിട്ടാണ് മാമിൻ്റെ വീട്ടിൽ പോയി. വീട്ടിൽ പോയിട്ട് അവിടെ വെച്ചാണ് മാമിനെ കാണുന്നത്. അത് എന്നെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാത്തൊരു വിഷ്വലാണ്. നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് മാം അവിടെ ഇല്ല. ഒരു ബൊലേറോ അടിച്ച് മാം വന്നു ലൈക്ക് എന്ത് സംസാരിക്കണം എന്ന് അറിയില്ലായിരുന്നു നമുക്ക് ആ സമയം. കുറച്ചു നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് മാമുമായിട്ട് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ അങ്ങനത്തെ സമരത്തിനെ പറ്റി അങ്ങനെ നമ്മൾ ആ ഒരു ആകാംക്ഷയുടെ പുറത്ത് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാം മറുപടി തരായിരുന്നു. അന്നത്തെ അതായത് നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഫിസിക്കലി കുറച്ച് സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളന്ന് മാമിനോട് പറഞ്ഞത് ഇങ്ങനെ അടിച്ചിട്ട് ഞങ്ങളുടെ മുതുക് എൻ്റെ കൂടെ അഭിനയിച്ചവരും എല്ലാവരും ഡമ്മി ലാത്തിക്ക് അടി കൊണ്ടിട്ട് നമ്മുടെ മുതുകത്ത് നീലച്ച് കിടന്നിരുന്നു. അപ്പോൾ അന്ന് ഒറിജിനൽ ലാത്തിക്ക് അടി കൊണ്ട് എല്ലാവരും അങ്ങനെ ഒരു ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞേ ഞങ്ങളുടെ പെയിനൊക്കെ പോട്ടെ, പക്ഷെ അന്ന് കുഞ്ഞു മക്കൾക്ക് വരെയും തല്ലുകൊണ്ടിട്ടുണ്ട്. അവരുടെ പെയിൻ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പെയിനൊന്നും ഒന്നുമല്ലല്ലോ എന്ന് പറയും. അത് ആക്ച്വലി എന്താ ഇങ്ങനെയൊക്കെ റിയലിൽ നടന്നിട്ട് നമ്മൾ സിനിമയിൽ എനിക്ക് തോന്നുന്നു സമരത്തില് കേട്ടറിവ് വെച്ചിട്ട് പകുതി പോലും നമ്മൾ പകർത്തിയിട്ടുണ്ടോന്ന് അറിയില്ല. അത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു മൂമെന്റ് ആയിരുന്നു അങ്ങനെ കുറച്ച് കഥകൾ കേട്ടത്. ടോവിനോ ഈ കഥ കേട്ടപ്പോൾ തന്നെ സിനിമ ഓക്കെ പറഞ്ഞു എന്നാണ് പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു കഥ കേൾക്കുമ്പോൾ എങ്ങനെ ആദ്യത്തെ റിയാക്ഷൻ എന്തായിരുന്നു? ഓക്കെ തന്നെയായിരുന്നു? ഓക്കെ തന്നെയായിരുന്നു. കാരണം ആസ് ആൻ ആർട്ടിസ്റ്റ് ഇത് നമുക്ക് റെയർ ആയിട്ട് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് മാത്രമല്ല ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ക്യാരക്ടർ ചെയ്യുക, അതും ഇത്രയും സ്ട്രോങ് ആയിട്ട് സ്ക്രീനിൽ അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ എന്നെ സംബന്ധിച്ച് ഇത് വേറെ ആരും ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ളത് തന്നെയായിരുന്നു മൈൻഡിൽ. കാരണം ഇങ്ങനെ ഒരു കഥ കേട്ടിട്ട് എങ്ങനെ വേണ്ടെന്ന് വെക്കാൻ പറ്റുന്നു? ഒരു സ്റ്റേജ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണല്ലോ, അപ്പം സ്റ്റേജിൽ നിന്ന് സിനിമയിലേക്ക് വരുന്നു. അപ്പം ഇത് ആഗ്രഹിച്ചിരുന്ന ഒരു സിനിമ എന്നുള്ള മേഖല നന്നായി ആഗ്രഹിച്ചിരുന്നു? സിനിമയിലുപരി ആക്ടിങ്, അഭിനയത്തിനോട് എനിക്ക് താല്പര്യമുണ്ട്. അതിപ്പോൾ നാടകമാവാം, ഇപ്പം നൃത്തത്തിലാണെങ്കിൽ നൃത്തത്തിലും നമുക്ക് അഭിനയം വരുന്നുണ്ട്. അങ്ങനെ അഭിനയത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഇതുപോലെ കോളേജിൽ ചെന്നപ്പോൾ തൃപ്പൂണിത്തുറ RLV കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ അവിടെ ഫൈൻ ആർട്സ് ആയിരുന്നു. അവിടെ MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിനാണ് നമ്മൾ നാടകവും സ്കിറ്റും ഒക്കെ പഠിക്കുന്നത്. അപ്പോൾ അന്ന് പഠിപ്പിക്കാൻ വന്നത് രതീഷ് കുമാർ എന്ന് പറയുന്ന സാറാണ് ഈ മൂവിയുടെ ചീഫ് അസോസിയേറ്റ്. അങ്ങനെ നമ്മൾ കലോത്സവം, മത്സരങ്ങൾ, നാടകം എന്താണ്, അല്ലെങ്കിൽ നാടകത്തിൻ്റെ അഭിനയം എന്താണ്, അതെല്ലാം പറഞ്ഞു തന്നത് രതീഷ് സാറാണ്. ഇതുപോലെ നാടകവും സിനിമയും തമ്മിലുള്ള അഭിനയത്തിന്റെ വ്യത്യാസവും, അതായത് നാടകത്തിൽ നമ്മൾ ആൾക്കാർക്ക് കാണണമെങ്കിൽ കുറച്ചും കൂടി എക്സാജറേറ്റ് ചെയ്ത് ഉറക്കെ പറഞ്ഞാൽ മാത്രമേ, സിനിമയാവുമ്പോൾ നേരെ തിരിച്ച് നമ്മൾ ബിഹേവ് ചെയ്താൽ മതി എങ്ങനെയാണോ ആ ക്യാരക്ടർ എന്നുള്ളത്. അപ്പോൾ
അന്ന് സാറിന്റെ ശിക്ഷണത്തിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ നാടകത്തിന് 2011 MG യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ഡ്രാമ, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, അങ്ങനെ 3 ഇതാണ് നമുക്ക് കിട്ടിയത്. പിന്നെ വർഷങ്ങൾക്കിപ്പുറം തൃശ്ശൂർ പേരൂർ ക്ലിപ്തം എന്ന് പറയുന്ന മൂവി രതീഷ് സാറ് ഡയറക്റ്റ് ചെയ്തു. അതിൽ ഒരു പോലീസ് ക്യാരക്ടർ ഒരാൾ ഒഴിഞ്ഞുപോയി, പകരക്കാരിയായിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ജേർണിയാണ്. അവിടെ വെച്ച് ചെമ്പൻ ചേട്ടൻ പരിചയപ്പെടുന്നു. ചെമ്പൻ ചേട്ടനാണ് ലിജോ ജോസ് പല്ലിശ്ശേരി ടീം മയോയിലോട്ട് വിളിക്കുന്നത്. അവിടെ നിന്ന് എല്ലാം കണക്ഷൻ എനിക്ക് തോന്നുന്നു ഈ മയോ കണ്ട് മിന്നൽ മുരളി, അങ്ങനെ എല്ലാ ചിത്രങ്ങളും ആ ഒരു പാർട്ട് ഓഫ് ജേർണിയുടെയാണ്. എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു സിനിമ കൂടിയാണ് ഈ മയോ. അപ്പോൾ ആ സിനിമ എന്ന് പറയും എപ്പോഴും കാണാൻ തോന്നുന്ന, ഇടയ്ക്കൊക്കെ എടുത്ത് കാണുന്ന ഒരു സിനിമ കൂടിയാണ്. അപ്പൊ ആ ഒരു സിനിമയുടെ ഭാഗമായതിനെ കുറിച്ചും, പിന്നെ അതുപോലെ LJP പോലെ ഒരു ഡയറക്ടറിന്റെ കൂടെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു നിലയിലാണ് ഇൻഡസ്ട്രിയിൽ പലരും കാണുന്നത്. അപ്പൊ അതിനെ കുറിച്ചും ഈ പറഞ്ഞ പോലെ തുടക്കക്കാരി എന്ന നിലയ്ക്ക്, അതായത് തൃശ്ശൂർ പേരൂരിലെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് റോളേ ഉള്ളൂ. അതിൽ നിന്ന് ഈ മായോ എന്ന മൂവിയിലോട്ട് വരുമ്പോൾ ആ ക്യാരക്ടർ ആദ്യം ഷോർട്ട് ലിസ്റ്റ്, പിന്നീട് ഒരു ഇന്റർവ്യൂവിലാണ് ഞാൻ കേൾക്കുന്നത്, ലിജോ സാറ് ഷോർട്ട് ലിസ്റ്റ്, അവരുടെ ടീം ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് ഓക്കെ ആവാഞ്ഞിട്ട് അല്ലാത്തവരെ കാണിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്താ എന്നെ എടുക്കാറിഞ്ഞെന്ന് ഇങ്ങനെ ചോദിച്ചാൽ, ഇല്ല അവർക്ക് കരയാനൊന്നും പറ്റില്ല, അവർ കരയില്ല, നിങ്ങൾ ചെയ്യിപ്പിച്ചു നോക്കിയോ, ഇല്ലല്ലോ അപ്പോൾ വിളിക്ക് എന്ന് പറഞ്ഞ് രണ്ടാമത് വിളിച്ചപ്പോൾ എനിക്ക് ഓഡീഷന് പേടിയില്ല. എനിക്ക് ഓഡീഷൻ കൂടുതലൊരു പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു ടെൻഷനാണ്. അപ്പൊ രണ്ടാമതായപ്പോൾ ഇനി കിട്ടിയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള മൈൻഡായിരുന്നു. അപ്പൊ അവർ ആ സ്ക്രിപ്റ്റിലൊരു പ്ലേ ചെയ്തു. കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു മാല ചോദിക്കുന്ന സീനുണ്ട്, അപ്പൊ അതാണ് ചെയ്യിപ്പിച്ചത്. അതും പിന്നെ കരയുന്ന ഒരു മോക്രൈ ഒരു സീൻ വരുന്നു. അത് കഴിഞ്ഞു, ഇന്നായി. അങ്ങനെയാണ് ഈ മയോലോട്ട് വരുന്നത്. പിന്നെ ആ ടൈമിൽ എനിക്ക് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഫസ്റ്റ് ടൈമാണ് ഇതിങ്ങനെ ചെയ്യണം, ഇങ്ങനെ കാര്യമായിട്ട് ആ ആക്ടിങ് സ്കില്ലിനെ പറ്റിയിട്ടൊന്നും ധാരണയില്ല. കൂടുതലും എനിക്ക് തോന്നുന്നു ലിജോ സാറിന് ഇപ്പൊ ഒരു ഫ്രഷർ ആയാലും ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആയാലും ആളെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഇപ്പോ ഫിലിമോഗ്രഫി എടുത്ത് നോക്കുമ്പോഴേ കുറെ ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. ഇപ്പൊ മിന്നൽ മുരളി അടക്കമുള്ള സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ കാണുന്നത്? അതായത് ഇത്തരം സിനിമകളുടെ എല്ലാം, ഇപ്പം നരിവേട്ട ആയാലും എല്ലാം അത്യാവശ്യം നല്ല റിവ്യൂ ഒക്കെ കിട്ടിയിട്ടുള്ള സിനിമകളും കൂടിയാണ്. അപ്പം അതൊരു തെരഞ്ഞെടുപ്പാണോ ഇത്തരം സിനിമകൾ? തെരഞ്ഞെടുപ്പും ഉണ്ട്, ഇല്ലെന്ന് പറഞ്ഞ അത് കള്ളയിപ്പോവും. കാരണം ഇപ്പൊ ഈ മയോ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വേറെ സ്വാതന്ത്ര്യം മൃതരാത്രിയൊക്കെ കണ്ടിട്ട് ചിലവര് ആ ഒരു വേഷം കണ്ടിട്ട് വിളിക്കും. അത് ക്യാരക്ടറിന് ചിലപ്പോൾ ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. ആ ഒരു വേഷക്കാരിയായിട്ട് ഒരു മൂലയിൽ നിൽക്കുന്ന അങ്ങനെ വരുന്ന ക്യാരക്ടേഴ്സ്, അതായത് കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ ആ ക്യാരക്ടേഴ്സ് നമ്മൾ ഒഴിവാക്കി വിടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ ചെയ്തേക്കുന്ന ഒരു ക്യാരക്ടർ പോലും, അതിപ്പോ ചെറുതായാലും വലുതായാൽ പോലും ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല. ആ ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തല്ലോ അല്ലെങ്കിൽ ചെയ്തു പോയല്ലോ. ഇപ്പൊ അതില് സാമ്പത്തികപരമായിട്ട് കൊമേഴ്ഷ്യലി ഹിറ്റ് ആവാത്തതാണെങ്കിൽ കൂടിയും ഞാൻ ആ ക്യാരക്ടർ ചെയ്തതിൽ ഹാപ്പിയാണ്. കാരണം എനിക്ക് ഓരോ ക്യാരക്ടേഴ്സും എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഈ സിനിമകളൊക്കെ ഹിറ്റാണല്ലോ, റിവ്യൂ നന്നായി കിട്ടിയിട്ടുള്ള, ക്രിട്ടിക്കലിയും കൂടി ആളുകൾ ഭയങ്കരമായി എടുത്തിട്ടുള്ള സിനിമകളാവുമ്പോഴും ഇപ്പൊ മിന്നൽ മുരളി വരെയുള്ള സിനിമകൾ തിയേറ്ററുകളിൽ എത്തിയിട്ടില്ല ഈ സിനിമകൾ. അപ്പൊ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ തിയേറ്ററിൽ എത്തണമായിരുന്നു എന്നും ഇപ്പം നരിവേട്ടയ്ക്ക് കിട്ടുന്ന കയ്യടി അന്ന് കിട്ടും എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. മിന്നൽ മുരളി ഇറങ്ങിയപ്പോ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് അന്ന് കൊറോണ. അപ്പൊ നമ്മളെല്ലാവരും മാസ്ക് ഇട്ടാണ് നടക്കുന്നത്. അപ്പോൾ ആസ് ആൻ ആർട്ടിസ്റ്റ് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ, സാധാരണക്കാർ നമ്മളെ ആ ആക്ടറാണ് അല്ലെങ്കിൽ ആ ക്യാരക്ടർ നമ്മളാ ചെയ്തതെന്ന് തിരിച്ചറിയുമ്പോൾ കിട്ടുന്നതാണ് എന്നെ സംബന്ധിച്ച് ഒരു അവാർഡിന് തുല്യമാണ്, ഒരാളെന്നെ തിരിച്ചറിയാം. കാരണം സാധാരണ ഇതിൽ പോകുമ്പോൾ അങ്ങനെ തിരിച്ചറിയുന്നത് കുറവാണ്. മിന്നൽ മുരളി ആക്ച്വലി ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ ഇടയിലോട്ട് ചെന്നതാണ്. എല്ലാവരും ഇപ്പോഴും ആ ക്യാരക്ടർ വെച്ചിട്ട് പറയാറുണ്ട്. ഇപ്പൊ നമ്മള് നരിവേട്ടയുടെ പ്രൊമോഷന് പോകുമ്പോഴാണെങ്കിലും മിന്നൽ മുരളിയിൽ നിങ്ങളായിരുന്നു എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ അത് സങ്കടം തോന്നിയെങ്കിലും പക്ഷെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ എന്ന് പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ഇന്നിപ്പോ നരിവേട്ട എന്നൊരു മൂവി കിട്ടി, ഇതെല്ലാം ഇപ്പൊ മിന്നൽ മുരളി അന്ന് ഇറങ്ങിയത് കൊണ്ടും പിന്നെ അതേ തുടർന്ന് ലഭിച്ച മൂവീസിന്റെ എല്ലാം ലക്കായിട്ടാണ് എനിക്ക് തോന്നി.
ഈ എല്ലാ സിനിമകളിലെയും കഥാപാത്രങ്ങൾ മേക്കപ്പ് ഇടാത്ത കഥാപാത്രങ്ങളാണ് പല സിനിമകളിലും ഉണ്ടാകുന്നത്. ഇപ്പം നരിവേട്ടയിലായാൽ പോലും വേറൊരു രൂപത്തിലാണ്. അപ്പം ആളുകൾക്ക് ഇത് തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാവില്ലേ? അതും എനിക്ക് തോന്നുന്നു മേക്കപ്പ് ഇല്ലാതെ ഒരു സ്ത്രീ ഒരു ആക്ടർ നിൽക്കുക എന്ന് പറയുന്നത് ഇൻഡസ്ട്രിക്കകത്ത് കുറച്ചൊക്കെ വെല്ലുവിളി ഉണ്ടാവില്ലേ? അതായത് നമ്മുടെ റിയൽ ഏജ് ഏതാണെന്ന് എനിക്ക് ഇരട്ട നഷ്ടപ്പെടാൻ ഇരുന്നതാണ്, നഷ്ടപ്പെട്ടില്ല. അത് ഇതുപോലെ മിന്നൽ മുരളി കണ്ടിട്ട് നമ്മള് ഒരു എബോവ് 40 ഏജ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആദ്യം വിളിച്ചു ആ ക്യാരക്ടറിന്, ഇല്ല നമ്മളത് നോക്കുന്നില്ല, നമ്മൾ കുറച്ചും കൂടി യങ് ആയിട്ടുള്ള ക്യാരക്ടറാണത് എന്നിങ്ങനെ പറഞ്ഞിട്ട് എന്നെ കട്ട് ചെയ്തു. എന്നാലും ഒരു അപ്പൊ എസ് പി അല്ലേ, അതെന്താ എത്ര? അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചു, നിങ്ങൾ എത്ര വയസ്സാണ് ആ ക്യാരക്ടറിന് വിചാരിക്കുന്നത്? നമ്മളൊരു 30-35 ആ ഒരു ഏജാണ്. നിങ്ങൾ മിന്നൽ മുരളിയുടെ ഇത് വെച്ച് ജഡ്ജ് ചെയ്യലേ, എന്നെ നേരിട്ട് കണ്ടിട്ട് തീരുമാനിക്കുന്നു പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എനിക്ക് ഫോട്ടോ അയക്കൂ. ഫോട്ടോ അയച്ചപ്പോൾ പറഞ്ഞു ഇത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഓഡീഷൻ ഒരു ഫോർമൽ ഇട്ടിട്ട് വാ. അങ്ങനെ അവരെ ഓഡീഷൻ ചെയ്തു. അങ്ങനെയാണ് ഇരട്ടയിലെ ആ എസ് പിയുടെ ക്യാരക്ടർ എനിക്ക് ലഭിക്കുന്നത്. ആദ്യമൊക്കെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ. പക്ഷെ പിന്നീട് നോക്കുമ്പോൾ എൻ്റെ സിനിമയിലെ സുഹൃത്തുക്കളാണെങ്കിലും പറഞ്ഞു, ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും ഒരു ഫ്രഷ് ഫേസ് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലക്ക, എല്ലാവർക്കും ചിലപ്പോൾ സാധിക്കില്ല. അങ്ങനെ പറഞ്ഞാണ് ഞാൻ സ്വയം ആശ്വസിക്കുന്നത്. ഇപ്പം എനിക്കത് ശീലമായി. ആരും തിരിച്ചറിഞ്ഞില്ലെങ്കിലും എൻ്റെ ക്യാരക്ടേഴ്സ് എല്ലാവർക്കും അറിയാം. അത് ഭയങ്കര സന്തോഷം. എനിക്ക് തോന്നുന്നു എന്നെ തിരിച്ചറിയുന്നതിൽ എൻ്റെ ക്യാരക്ടേഴ്സ് എല്ലാവരും ഓർത്ത് വെക്കുന്നുണ്ട്, സിനിമയിലെ ക്യാരക്ടേഴ്സിന്. അത് ഭയങ്കര സന്തോഷമുള്ളത്. ഇപ്പോൾ മിന്നൽ മുരളി പോലെയുള്ള സിനിമയാകുമ്പോൾ ഈ കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു ആളും കൂടിയാണല്ലോ. അപ്പം അത്തരം ആ സിനിമ ഇങ്ങനെ ഒരു ഓപ്ഷൻ മുന്നിലേക്ക് വരുമ്പോൾ അതെങ്ങനെയായിരുന്നു? ഇത് വേണോ വേണ്ടയോ എന്ന് അങ്ങനത്തെ ആലോചനകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഹ്യൂമർ വേഷങ്ങൾ വളരെ കുറവാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബയോയിലെ ക്യാരക്ടറിന് ചെറുതായിട്ടൊരു ഹ്യൂമർ സാധനം വന്നു പോകുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് കണ്ടിട്ട് വിളിച്ചതെന്നാണ് എന്നോട് അതിൻ്റെ അസോസിയേറ്റ് പറഞ്ഞത്. അപ്പോൾ ഹ്യൂമർ വേഷം നമുക്ക് കിട്ടുക, അത് ചെയ്ത് പ്രതിഫലിക്കുക എന്നുള്ളത് ഇച്ചിരി ടഫായിട്ടുള്ള കാര്യം. പിന്നെ ഓരോ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അതൊരു ചാലഞ്ചാണ്. എനിക്ക് തോന്നുന്നു മിന്നൽ മുരളിയിലെ ആ ക്യാരക്ടർ ചെയ്തുകൊണ്ട് തന്നെ ഒത്തിരി കുട്ടികൾ, ഞാൻ കുറച്ച് കുട്ടികളെ ഡാൻസും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഇതുപോലെ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നെ അതിൽ കണ്ടിട്ട്. വരുമ്പോൾ മിസ്സേ ഞങ്ങൾ കണ്ടു, ഞങ്ങൾക്ക് മിന്നൽ മുരളി ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ പുറത്ത് പോകുമ്പോഴാണെങ്കിലും നമ്മൾ എൻ്റെ അമ്മ ടീച്ചറാണ്. അപ്പോൾ ഇതുപോലെ സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടികളൊക്കെ കൂടി വന്നിട്ട് അവരുടെ ഒരു സന്തോഷം പങ്കുവെക്കുന്നത്, എനിക്ക് തോന്നുന്നു അത് ആ ക്യാരക്ടർ വലിയവരെക്കാളും കൂടുതൽ കുട്ടികളിലോട്ടാണ് കൂടുതലും ചിന്തിക്കുന്നത്. മൊത്തം മൂവി, ആ ക്യാരക്ടർ മാത്രമല്ല. അപ്പൊ അത് പറഞ്ഞ പോലെ പറഞ്ഞു നർത്തകിയാണ്, അതുപോലെ സിനിമയിലുണ്ട്, നാടകമുണ്ട്, അതിന്റെ ഒപ്പം തന്നെ ചിത്രരചന ഉണ്ട്. ഇത് എല്ലാം കൂടി ചേർന്നൊരു മൊത്തത്തിലൊരു കലാകാരി എന്നുള്ള ഒരു ഇമേജ് ഉണ്ട്. അതെങ്ങനെയാ? ആർട്ട് അത് എന്തായാലും എനിക്ക് അത് പരീക്ഷിക്കാൻ അല്ലെങ്കിൽ അത് അറിയാനുള്ളൊരു ഇത് കൂടുതലാണ്. അപ്പോൾ ആദ്യം ഈ പറഞ്ഞ പോലെ എനിക്ക് ആനിമേഷൻ പഠിക്കണം എന്നായിരുന്നു സ്കൂളിൽ ആ ഒരു ടൈമിൽ. പിന്നീട് കോളേജിൽ ചേർന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ RLVയിൽ ഫൈൻ ആർട്സ് പഠിക്കാൻ ചേർന്നത്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ചേട്ടൻ പറഞ്ഞു, നീ ഫൈൻ ആർട്സ് പഠിക്കുക, അപ്പം നിനക്ക് ആനിമേഷന് ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ ഒരു സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ആയതോടെ എനിക്ക് ആനിമേഷൻ എന്നുള്ള വിട്ടിട്ട് നമ്മൾ ചെയ്യുന്ന പെയിന്റിങ്ങിനോടൊരു ഇഷ്ടം തോന്നി. പിന്നെ ആ പെയിന്റിങ് സീരിയസ് ആയിട്ട് എടുക്കാനും പിന്നെ അങ്ങനെയുള്ള എനിക്ക് തോന്നുന്നു ഒരു 2040 വരെ ആ പെയിന്റിങ്ങിൽ കാര്യങ്ങളിൽ സജീവമായിരുന്നു. അതുപോലെ ഡാൻസ് കൂടെ ഉണ്ടായിരുന്നു. ഒരു 6ാം ക്ലാസ് മുതൽ ഞാൻ ഡാൻസ് പഠിക്കുന്നതാണ്. അപ്പോൾ ഡാൻസും കൂടെ ഉണ്ട്. ഡാൻസ് അതിന് ശേഷം MA ചെയ്തതിന് ശേഷം ഞാൻ പിന്നീട് BA ഭരതനാട്യം കൂടി ചെയ്തിരുന്നു. അങ്ങനെ ഇപ്പൊ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ സ്റ്റേജ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് സിനിമയിലേക്ക് വരുമ്പോൾ ഇത് രണ്ട് തരത്തിൽ മുമ്പ് സംസാരിച്ചപ്പം പറഞ്ഞു, അത് നാടകത്തിൽ അഭിനയം കുറച്ചും കൂടി ഭയങ്കര വോക്കലായിട്ടുള്ള ശബ്ദമെടുത്ത് വേറെ തരം എക്സ്പ്രഷൻസും ആണല്ലോ. സിനിമയിലാവുമ്പോൾ ക്ലോസ് ഷോട്ടുകളുണ്ട്, പിന്നെ നമ്മൾ ഡബ് ചെയ്യുന്നതുകൊണ്ട് ഡയലോഗിന് ക്ലാരിറ്റി ഉണ്ടാവും. ഇപ്പം നമ്മൾ നാടകം ഒരു വേദിയിൽ ചെയ്യുമ്പോൾ അങ്ങ് ദൂരെ വരെ ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് കേൾക്കണമെങ്കിൽ നമ്മൾ ഉച്ചത്തിൽ തന്നെ സംസാരിക്കണം. ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ ക്യാരക്ടർ ആൾക്കാർക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മളൊരു പൊടിക്ക് എക്സാജറേറ്റ് ചെയ്താൽ മാത്രമാണ് അവർക്ക് ആ എക്സ്പ്രഷനും കാര്യങ്ങളും ലഭിക്കുള്ളൂ.
അപ്പോൾ നാടകത്തിൽ എനിക്ക് അതാണ് തോന്നിയേക്കുന്നത്, നമ്മൾ കുറച്ചും കൂടി സിനിമയിൽ ചെയ്യുന്നതിനേലും കുറച്ചും കൂടി എക്സാജറേറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും എന്നുള്ളത്. അങ്ങനെ ഒരാൾ സിനിമയിലേക്ക് വരുമ്പോൾ ഇതുമായിട്ട് ചേർന്ന് പോകാൻ പറ്റണമല്ല. നമ്മൾ അതുവരെ ശീലിച്ചു വന്നത് ഇത്തരത്തിലുള്ള ഒരു അഭിനയ രീതിയാണത്. അപ്പൊ അത് ഏതെങ്കിലും തരത്തിൽ ചലഞ്ചിങ് ആയിട്ടുണ്ടോ? അതെനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ രതീഷ് സാറിന്റെ കറക്റ്റ് ഗൈഡൻസ്, സ്റ്റാർട്ടിങ് മുതൽ തൃശ്ശൂർ പേരൂർ ക്ലിപ്തം പോലെ ആ ഒരു ഗൈഡൻസ് ഉണ്ട് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് എൻ്റെ ലൈഫിൽ ഒരു ആക്ടിങ് ജേർണിയിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അത് മാത്രമല്ല, പിന്നീട് സിനിമകൾ കഴിഞ്ഞിട്ട് ഞാൻ വർക്ക്ഷോപ്പുകളും ചെയ്യാറുണ്ട്. ഇപ്പോൾ ആസ് ആൻ ആർട്ടിസ്റ്റ് നമ്മൾ അഭിനയിക്കാൻ അറിയാമെന്ന് പറഞ്ഞ് ഇപ്പോൾ ചെയ്യാണ്ടിരുന്നാൽ, ഇപ്പോൾ ഡാൻസ് ആണെങ്കിൽ നമ്മൾ പെർഫോം ചെയ്യുന്നതിന് മുമ്പ് പ്രാക്ടീസ് ചെയ്യും. ഇപ്പോൾ പെയിന്റിങ് ആണെങ്കിൽ കൂടി നമ്മൾ കണ്ടിന്യൂസ് വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു ഫ്ലോ കിട്ടുള്ളൂ. അതുപോലെ എനിക്ക് തോന്നുന്നു ആസ് ആൻ ആക്ടർ വർക്ക്ഷോപ്പ് അതിന് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. ചില സമയത്തൊരു ഐസ് ഉണ്ടാവും, നമുക്ക് പെർഫോം ചെയ്യുന്നതിനാണെങ്കിൽ ഒരു പിടുത്തം. എനിക്ക് തോന്നുന്നു ആ പിടുത്തത്തിന് ബ്രേക്ക് ചെയ്യാൻ വർക്ക്ഷോപ്പുകൾ ആ ഐസ് ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അതെല്ലാം എനിക്ക് തോന്നുന്നു പാർട്ട് ഓഫ് ജേർണീനെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആസ് ആൻ ആക്ടർ. ഈ നരിവേട്ട സിനിമയ്ക്ക് മുമ്പ് ഇത്തരത്തിൽ എന്തെങ്കിലും വർക്ക്ഷോപ്പോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഞാൻ ഓസ്ലറിന് മുമ്പും ചെയ്തിട്ടുണ്ട്. അതുപോലെ നരിവേട്ട എനിക്ക് ഓൾമോസ്റ്റ് 1 year വെയിറ്റ് ചെയ്തത്. അപ്പൊ ഞാൻ ഇതുപോലെ തന്നെ രാഹുൽ എന്നാണ് തിയേറ്ററിന്റെ ആളുടെ. ഞാൻ രാഹുലിനെ വിളിച്ച്, രാഹുൽ എനിക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ രാഹുൽ ഇതുപോലെ തന്നെ കണ്ടക്ട് ചെയ്തു, അതിൽ നമ്മൾ ജോയിൻ ചെയ്തു. ആക്ച്വലി നമ്മളെ കുറച്ച് ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ഐസ് ബ്രേക്ക് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ അവരുടെ വർക്ക്ഷോപ്പ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. ബി അറ്റ് ദ മൊമെന്റ് നമുക്കത് പെർഫോം ചെയ്യാൻ പറ്റുക, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പുറത്തു വരാൻ പറ്റുക, അതാണ് അവർ കുറച്ചും കൂടി നോക്കുന്നത് അവരുടെ വർക്ക്ഷോപ്പിൽ. എല്ലാ ആക്ടേഴ്സിനും ഉണ്ടായിരുന്നോ നരിവേട്ടയിലെ ഈ വർക്ക്ഷോപ്പ്? അത് ടോവിനോടക്കം? ഇല്ല, ഇത് ഞാൻ പേഴ്സണലി പോയി ചെയ്തതാണ്. അല്ലാതെ സിനിമയ്ക്കായിട്ട് അങ്ങനെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായോ? ഇല്ല, നരിവേട്ടയിൽ അങ്ങനെ വേറെ വർക്ക്ഷോപ്പ് ഒന്നും വന്നിട്ടില്ല. പിന്നെ നമ്മള് ഈ ലാംഗ്വേജിന് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ ഊരിൽ പോയി അവിടുത്തെ ആൾക്കാരുടെ അടുത്ത് സംസാരിച്ച ലാംഗ്വേജിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വർക്കുകൾ, അത് AD ടീംസ് എല്ലാവരും നമ്മുടെ കൂടെ വന്ന് അതായിരുന്നു ഉണ്ടായിരുന്നത്. ഊരുകളിൽ പോയിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്? അതായത് നമ്മുടെ കൂടെ അഭിനയിച്ചവരുടെ ഊരിൽ നമ്മൾ പോയിരുന്നു. അവിടെ പോയി, അതായത് സിനിമയിൽ കണ്ട എല്ലാ അമ്മമാരും കുട്ടികളും ഒന്നും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് സംസാരിക്കാനും, കാരണം നമ്മൾ പിന്നീട് അഭിനയിക്കുന്ന അവരുടെ കൂടെയല്ലോ, അപ്പൊ അവർക്കും ഒരു അപരിചിത്വം വേണ്ടല്ലോ എന്ന് കരുതി നേരത്തെ പോയി അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഈ സിനിമയിൽ നിന്ന് പുറത്തുള്ള ഒരു ചോദ്യമാണ്, ഈ ഊരുകളിൽ പോയി കഴിഞ്ഞപ്പോ ആ ഊരുകളുടെ നമ്മൾ ഈ അവസ്ഥകളുണ്ടല്ലോ, അതും ഈ സിനിമ നടക്കുന്ന 2003 കാലഘട്ടം നടക്കുന്ന സിനിമയും ഇപ്പം 2025 നിൽക്കുന്ന ഒരു അവസ്ഥകളിലെ വ്യത്യാസം എന്തെങ്കിലും? എനിക്ക് തോന്നുന്നു പണ്ടത്തെ വീഡിയോസിൽ ഇപ്പൊ ഞാൻ കാണുമ്പോ വീടുകളൊക്കെ കാണുമ്പോൾ വളരെ ശോചനീയാവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ചും കൂടി ഭേദപ്പെട്ട വീടുകളുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസപരമായിട്ട് വരുമ്പോൾ ഇപ്പോഴും അവർക്ക് പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ടോ എന്നുള്ള ഭയങ്കര ചോദ്യമാണ്. കാരണം എൻ്റെ ചേച്ചി ഒരു NGOന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് കുട്ടികൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് സ്വന്തം പേരല്ലാതെ വേറൊരു വാക്കുപോലും എഴുതാൻ അറിയില്ല. അപ്പൊ ഇത് ആരുടെ കുഴപ്പമാണോ? സ്കൂളിന്റെ കുഴപ്പമാണോ, ടീച്ചർമാരുടെ കുഴപ്പമാണോ എന്നുള്ളതൊരു ചോദിച്ചിട്ടാണ്. അവർക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഏതാണ്ട് 20 വർഷത്തിന് മുകളിലായിട്ടും ഇതിലൊന്നും ഒരു മാറ്റം ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വളരെ, അതായത് പഠിക്കുന്നുണ്ടല്ലോ, ജോലി കിട്ടുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അത് 1000-ൽ ഒരാൾക്കായിരിക്കും ആ ജോലി കിട്ടുന്നത്. ബാക്കിയുള്ളവരുടെ കാര്യം, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ തുടർന്ന് പഠിക്കാൻ പേടിയുള്ള കുട്ടികളുണ്ടെന്നാണ് എൻ്റെ ചേച്ചി പറഞ്ഞത്. അതായത് അവർക്ക് അറിയില്ല, ബാക്കി എഴുതാനും വായിക്കാനും പല കാര്യങ്ങളും അവർക്ക് അറിയില്ല. പാസ്സായി പോരുന്നു എന്നല്ലാതെ എന്ത് പഠിച്ചു എന്നുള്ളത്, അതാണ് അവര് അവിടെ ചെല്ലുമ്പോൾ അവർക്ക് അതാണ് പേടി. പിന്നീട് തുടർന്ന് പഠിക്കാനുള്ള പേടി അത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ പുസ്തകവും എല്ലാം കിട്ടുമ്പോൾ തുടർന്ന് എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമാണ് ആ കുട്ടികൾക്കും. ഇങ്ങനൊരു സിനിമ വന്നപ്പോൾ കുറെ കൂടി സോഷ്യലി കൂടി കുറെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ? അതെ, അത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചേച്ചിയുടെ കൂടെയുള്ള യാത്രയും അവരിൽ നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻസും ആണ്. അതെനിക്ക് തോന്നുന്നു നരിവേട്ട അങ്ങനെ ഒരു ഡോറും കൂടി എനിക്ക് ഓപ്പൺ ആക്കി തന്നു. ഇല്ലെങ്കിൽ നമ്മളും ഇതൊന്നും അറിയാതെ എല്ലാവരെ പോലെ സ്ക്രോൾ ചെയ്ത് നടക്കും.
അപ്പൊ ഈ സിനിമയിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ളത് അവസാന ഭാഗത്ത് വരുന്ന ആ പോലീസ് വെടിവെപ്പിന്റെ ഇതാണ്. ഒരു തലമുറ ടി വിയിൽ കൂടി കണ്ടിട്ടുള്ള, ടി വിയിലൂടെ ലൈവായി സംപ്രേഷണം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വെടിവെപ്പ്, ഒരു ലാത്തി ചാർജ് സീനാണത്. അത്രയും ഒരു വലിയ കൂട്ടം ആളുകളുടെ ഇടയിലാണ് അത് അഭിനയിക്കുന്നത്. അപ്പൊ അതൊരു സെറ്റിൽ ആ ഒരു അനുഭവം എന്താണെന്ന് പറയോ? ശരിക്കും ഞാനും എൻ്റെ കൂടെ അഭിനയിച്ച പ്രണവ് താമിയായിട്ട് അഭിനയിച്ച ഞങ്ങള് സംസാരിച്ചതാണ്. നമുക്ക് ആ സെറ്റിൽ നിൽക്കുമ്പോ ആര്യേച്ചി എനിക്കും ആ ഒരു ഫീലാണ്. ശരിക്കും അന്ന് ഇതുപോലെ ആൾക്കാർ എന്തായിരിക്കും അവരുടെ അവസ്ഥ? കാരണം ആ സെറ്റ്, ആ തീപിടുത്തം, പോലീസുകാർ ഓടുന്നു അലർന്നു, എനിക്ക് തോന്നുന്നു നമുക്ക് അഭിനയിക്കേണ്ടി വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ആ ഇമോഷൻസ് ഓട്ടോമാറ്റിക്കലി കിട്ടുവാണ്. കാരണം ഇതില് ബാവുക്കയുടെ ആർട്ട് പറയണം. ബാവുക്കയുടെ സൈഡിൽ നിന്ന് ആ സെറ്റ് ഇട്ടിരിക്കുന്നത് ശരിക്കും നമ്മൾ അന്നത്തെ വീഡിയോസിൽ കാണുന്ന അതേ മാതൃകയിൽ തന്നെ കുറെ കാര്യമുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞ് അത് ഇച്ചിരി സിംഗിൾ ഷോട്ടാണ്. അപ്പൊ അത്രയും ഇതായിരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ കാണുന്നതെല്ലാം ഇതുപോലെ നമ്മൾ ആ വീഡിയോസ് ഞാൻ അയക്കുന്ന മുമ്പ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വല്ലാത്തൊരു പെയിനാണ് നമുക്ക് ആ ഒരു സമയത്ത് അവിടെ നിൽക്കുമ്പോൾ ഫീൽ ചെയ്ത്. ഉള്ളിലൊരു സംഘർഷം നടക്കില്ലേ ഇത്തരം ക്യാരക്ടേഴ്സിനെ അഭിനയിക്കുമ്പോൾ? അതെങ്ങനെ ഒരു ആക്ടർ എന്നുള്ള നില അതിനെ എങ്ങനെ മറികടക്കുക? അത് എന്താ പറയാ, ചില സമയത്ത് അത് അങ്ങനെ പോട്ടെ എന്ന് വെക്കാൻ, അതായത് ആ ഇമോഷൻസ് കയറി ഇറങ്ങി പോകട്ടെ എന്ന് വെക്കുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ അതെന്താ പറയാ, ഒട്ടും ഓർഗാനിക് ആവില്ല. അത് പ്രേക്ഷകന് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഇമോഷൻസ് വരുവാണെങ്കിൽ അത് നമ്മളിലൂടെ കയറി ഇറങ്ങി പോകട്ടെ എന്ന് വെക്കുന്നതന്നെ നല്ലത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ വർക്ക്ഷോപ്പൊക്കെ അതിന്റെ ഭാഗമാണ്. നമ്മൾ അങ്ങനെ ഇമോഷണലി അതിൽ ലോക്ക്ഡ് ആവാതെ അതിൽ നിന്ന് പിന്നീട് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എങ്ങനെ പുറത്തു വരാമെന്നുള്ളതും കൂടിയാണ് അവർ നമ്മളെ ട്രെയിൻ ചെയ്യുന്നത്. ഈ മയവ് കഴിഞ്ഞ സമയത്ത് 2 ആഴ്ച എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ച് ഒരു ഫസ്റ്റ് ടൈമാണ് ഒരു ത്രൂ ഔട്ട് അത്രയും ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. എനിക്ക് ആദ്യത്തെ 2 ആഴ്ച ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം കൂടുതൽ രാത്രിയായിരുന്നു ഷോർട്സ് എല്ലാം. ഞാൻ ഓർക്കുന്നുണ്ട് ഇതുപോലെ ഒരു രാത്രി എണീറ്റിരുന്നിട്ട് കരയുവാണ്, കണ്ണീന്ന് വെള്ളം. പക്ഷെ എനിക്ക് സങ്കടമില്ല, ഒന്നുമില്ല. പക്ഷെ ഭയങ്കരമാണ് കരയാൻ. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുന്നത് ഞാൻ കരയുന്നുണ്ട്, പക്ഷെ എനിക്ക് കരയണം എന്നൊരു താല്പര്യമില്ല. പക്ഷെ എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്താ പറയുക, എനിക്ക് ഓൾമോസ്റ്റ് 2 വീക്സ് വേണ്ടി വന്നു അതിൽ നിന്നൊന്നും ബ്രേക്കായി മാറാൻ. ഒരു 16ഓളം സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ ഇൻഡസ്ട്രിക്കകത്ത് ചെറിയ ചെറിയ വേഷങ്ങളാണ് കൂടുതലും, ലീഡ് റോളുകൾ കുറവാണ്. അപ്പം അത്തരം ഒരു ആക്ടറിന് ഇവിടെ സർവൈവ് ചെയ്യാൻ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടോ? ഇപ്പൊ ഈ പറഞ്ഞ പോലെ തിരിച്ചറിയില്ലായ്കയുടെ പ്രശ്നവും അതിലുപരി ചിലവര്, അതായത് കൂടുതലും തിരിച്ചറിയാഞ്ഞിട്ടാണോ എന്താണോ എന്ന് നമുക്കറിയില്ല. ഇനി അതിന്റെ പിന്നിൽ വേറെ രാഷ്ട്രീയം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് ചില സമയത്ത് ആ ഒരു തഴയുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അത് ഇപ്പോ ഈ മൂവി എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു എൻ്റെ പെർഫോമൻസിനെ ബെറ്റർ ആക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഡയറക്ഷൻ സൈഡിൽ നിന്നാണെങ്കിലും മൊത്തത്തിൽ നമ്മൾ അതുപോലെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. ആസ് ആൻ ആർട്ടിസ്റ്റ് നമ്മളെ കൂളാക്കി നിർത്താൻ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ഒരു ഇമ്പോർട്ടൻ്റ് ഘടകം തന്നെയാണ്. ഒരു ആർട്ടിസ്റ്റിന്റെ മെന്റലി അവര് ഹാപ്പി ആയിട്ടിരിക്കുക അല്ലെങ്കിൽ കൂളാക്കി ഇരുന്നാൽ മാത്രമാണ് നമ്മുടെ ബെസ്റ്റ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇവൻ വെള്ളം കുടിക്കുന്ന അല്ലെങ്കിൽ വെള്ളം തരുന്ന ഗ്ലാസ്സിൽ വരെ ഉണ്ടാവും ആ രാഷ്ട്രീയം. അത്തരം അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. അത് നമ്മൾ ആസ് എൻ ആർട്ടിസ്റ്റ് ഞാനും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളും പലപ്പോഴായിട്ട് കടന്നു പോയിട്ടുണ്ട് അതുപോലത്തെ മൊമെന്റ്സിൽ. ഇത്തരം സാധനങ്ങൾ നമ്മൾ കുറെ കേൾക്കുന്നുണ്ട് സിനിമയ്ക്കകത്ത് നിന്നുള്ള ഈ ഹൈറാർക്കിക്കൽ ഇഷ്യൂസ് കുറെ കേൾക്കുന്നുണ്ട്. അപ്പൊ അത്തരം സാധനങ്ങൾ എങ്ങനെയാണ് അതിനെ ഒഴിവാക്കി വിടുകയാണോ ചെയ്യുക, അല്ലെങ്കിൽ അതിനോട് റിയാക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ടോ? ചിലത് നമ്മൾ പറയാറുണ്ട്, ചില നമ്മൾ പറയാണ്ടിരുന്ന നമ്മൾ അങ്ങനെ തഴയും. ചില റൂമുകൾ തരുമ്പോൾ എനിക്ക് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള, അതിപ്പോ അല്ലാതെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സഫോക്കേഷനാണ്. അപ്പൊ ഇതുപോലെ നമ്മളെ എന്തെങ്കിലും ഒരു തവണ ഒരു ഹോട്ടലിൽ ഇതുപോലെ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇതുപോലെ തന്നെ ഭിത്തിയിലും മറ്റേ പായലും ഇതൊക്കെ വന്ന് അങ്ങനെ ഒരു റൂമിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് റൂം വന്നു. അപ്പൊ
അങ്ങനെ ഒരു സ്പേസിൽ കൊണ്ടുവന്ന് തന്നെ. അപ്പം ഞാൻ ഇതുപോലെ തന്നെ പ്രൊഡക്ഷൻ കൺട്രോളറെ വിളിച്ചു. എൻ്റെ വീട് ഇവിടെ അടുത്താണ്, ഞാൻ ഡെയിലി വീട്ടിൽ നിന്ന് വന്നോട്ടെ എന്ന് ചോദിച്ചു. വിളിച്ച് എന്താ റൂം, എനിക്ക് ഈ റൂം പറ്റില്ല, അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് വന്നോളാം. അടുത്ത സെക്കൻഡ് അപ്പോൾ നമുക്ക് വേറെ നല്ല റൂം കിട്ടിയ, നമ്മൾ ചില കാര്യങ്ങൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ ആയിപ്പോവും. ഇത്തരം ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുള്ള ആളുകൾക്ക് പലർക്കും തിരിച്ചടികൾ കിട്ടിയിട്ടുണ്ട്. പിന്നീട് അവസരങ്ങൾ കിട്ടാതെ പോയിട്ടുള്ള ആളുകളുണ്ട്, പ്രമുഖരായിട്ടുള്ള പലർക്കും അത്തരം. അപ്പം അത് ബാധിക്കില്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് തോന്നിയിട്ടില്ല? അപ്പം കൂടുതലും ഞാൻ ഷൗട്ട് ചെയ്യൽ കുറവാണ്. ഇതുവരെ ഷൗട്ട് ചെയ്യാൻ അങ്ങനെ ഒരു സ്പേസിലോട്ട് ഞാൻ എത്തിയിട്ടില്ല. പിന്നെ അങ്ങനെ എത്തുന്നത് നമുക്ക് അത്രയധികം വിവേചനം കാണിക്കുന്ന സ്പേസിലാണ്. അങ്ങനെയും ഉണ്ടായിട്ടുണ്ട്. അത് ഈ പറഞ്ഞാൽ ഒന്നാമത്തെ ക്ഷമിക്കും, രണ്ടാമത്തെ വന്നു കഴിയുമ്പോൾ ഞാൻ പറയും. അതിപ്പോ റീസെന്റ്ലി അതുപോലത്തെ ഒരു മൂമെന്റ് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് പറയും, മുഖത്ത് നോക്കി പറയും. ദേഷ്യപ്പെടുക, ആരെയും ഹേർട്ട് ചെയ്യില്ല, പക്ഷെ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ മുഖത്ത് നോക്കി തന്നെ പറയാറുണ്ട്. അങ്ങോട്ട് ആളുകളെ അപ്രോച്ച് ചെയ്യാറുണ്ടോ സിനിമയ്ക്ക് വേണ്ടിയിട്ട്? അത് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു വീക്ക് പോയിന്റ് അതാണ്. അങ്ങോട്ടേക്ക് ഇടിച്ചു കയറി അവസരം ചോദിക്കുന്നതിലും ഞാൻ ഇച്ചിരി പിന്നോട്ടാണ്. എന്നാലും എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. ഇപ്പൊ സുഹൃത്തുക്കളായ ഡയറക്ടേഴ്സൊക്കെ വരുമ്പോൾ നമ്മളീ പറഞ്ഞോണം അവരോട് പറയാറുണ്ട്, മൂവീസ് വരുമ്പോൾ നല്ല ക്യാരക്ടർ ആണെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കണം. പിന്നെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇങ്ങനെ ഇതുപോലെ ആ ഡയറക്ടർ ഇത് അവരുടെ വർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇവരുടെ കൂടെ എന്തായാലും വർക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. ഇപ്പം കുറെ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്ത ആളല്ലേ, ഇപ്പം ഈ സിനിമ കണ്ടതിന് ശേഷം അങ്ങനെ ആരെങ്കിലും വിളിക്കോ, എന്തെങ്കിലും പറയുകയോ ചെയ്തിട്ടുണ്ടോ? കൂടുതലും നമ്മുടെ നാട്ടുകാരും കൂട്ടുകാരൊക്കെ തന്നെയാണ് വിളിച്ച് സംസാരിച്ചേക്കുന്നത് മൊത്തം. അപ്പോൾ ഇതുവരെ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനും എന്തെങ്കിലും ഒരു കുറ്റം ആൾക്കാർ പറയാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ മൂവിയിൽ വന്നിട്ട് ഇപ്പോൾ എൻ്റെയും പ്രണവിൻ്റെയും, അതായത് താമിയുടെ ക്യാരക്ടർ ചെയ്ത അവൻ്റെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ 2 പേരുടെയും ചെയ്ത കഥാപാത്രങ്ങൾക്ക് നെഗറ്റീവ്സ് ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ അത് ആസ് ആൻ ആക്ടർ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യം. അപ്പോ ഈ നരിവേട്ട ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതിനുശേഷം പുതിയ അവസരങ്ങളൊക്കെ? നിലവിൽ ഇതുവരെ നമ്മൾ വേറെ വർക്കൊന്നും ആയിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഓസ്ലർ കഴിഞ്ഞ 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് നരിവേട്ട വരുന്നത്. ഇനി CK ശാന്തിനെ കണ്ടിട്ട് എത്ര പേര് വിളിക്കുന്നു, വെയിറ്റ് ചെയ്യാം. കുറച്ച് പേര് ഒരുമിച്ച് വർക്ക് ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ നല്ല നല്ല ക്യാരക്ടേഴ്സ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു.